കഴിഞ്ഞ ഡേ ഞാൻ 4 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പാരൻറ്റിങ് സ്റ്റൈലിനെ പറ്റിയിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു ഫീഡ്ബാക്ക് കിട്ടിയിരുന്നു പാരൻറ്റിങ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്യാമോ എന്നുള്ളത്. അപ്പോൾ ഇന്ന് നമുക്ക് പാരൻറ്റിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചൈൽഡ്ഹുഡ് സ്റ്റേജസും ആ സ്റ്റേജസിൽ പാരൻറ്റ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതുപോലെ അവരുടെ കുട്ടികളുടെ ആ സമയത്തെ ബേസിക് വേർച്യു എന്തായിരിക്കും എന്നുള്ളതും ഒരു സൈക്കോ സോഷ്യൽ തിയറിയിലൂടെ നമുക്കൊന്ന് മനസ്സിലാക്കാം. ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നതാണ് ഇൻഫാൻസി സ്റ്റേജ്. ഈ സ്റ്റേജിലാണ് 0 to 1 ഇയർ, അതായത് കുട്ടി ജനിച്ചത് മുതൽ 1 വർഷം വരെയുള്ള സമയം. ഈ സമയത്ത് അവരുടെ ബേസിക് വെർച്യു എന്ന് പറയുന്നത് ഹോപ്പാണ്. അതുപോലെ സൈക്കോ സോഷ്യൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ് ആണ്. ഈ ഒരു മൈൽ സ്റ്റോണിലാണ് ബേബീസ് ചിരിക്കാൻ തുടങ്ങുന്നത്, ഐ കോണ്ടാക്ട് തരുന്നത്, ബാബിൾ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, അതുപോലെ അവരുടെ നീഡ്സിന് വേണ്ടിയിട്ട് കരയാനായിട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു സ്റ്റേജിലാണ്. ഈ ഒരു സ്റ്റേജിൽ പാരൻസ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഓൺ ടൈം ഫീഡ് ചെയ്യുക, അതുപോലെ സോഫ്റ്റായിട്ട് ടോക്ക് ചെയ്യുക, അവർക്ക് അറിയുമ്പോൾ അവർക്ക് അറ്റൻഷൻ കൊടുക്കുക, ഒരു റെസ്പോൺസ് കൊടുക്കുക. ഇത് ഇല്ലയെന്നുണ്ടെങ്കിൽ അറ്റാച്ച്മെൻറ്റ് ബിൽഡ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഉണ്ടാകുന്ന കോൺസിക്വൻസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ വളരുമ്പോൾ, ബേബീസ് വളരുമ്പോൾ അവർ ഇൻസെക്യൂർ ആയിരിക്കും, ആൻഷ്യസ് ഒക്കെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് കെയർ ഗിവറായിട്ടും പാരൻ്റായിട്ടൊക്കെ അറ്റാച്ച് ബിൽഡ് ചെയ്യുന്ന, ഇമോഷണൽ ആയിട്ടുള്ള ആ ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ടൈമാണ്. അടുത്തതാണ് ടോഡ്ലർഹുഡ്, 1 വയസ്സ് മുതൽ 3 വയസ്സ് വരെയുള്ള ടൈം. ഈ ഒരു ടൈമിൽ അവരുടെ ബേസിക് വെർച്യു എന്ന് പറയുന്നത് വിൽ ആണ്. അതുപോലെ അവരുടെ സൈക്കോ സോഷ്യൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ഓട്ടോണോമി വേഴ്സസ് ഷെയിം ആൻഡ് ഡൗട്ട് ആണ്. ഈ ഒരു സ്റ്റേജിലാണ് കുട്ടികൾ നടക്കാൻ തുടങ്ങുന്നത്, സറൗണ്ടിങ്സിലുള്ള കാര്യങ്ങളെയൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങുക, നോ പറയാൻ തുടങ്ങുക, അവരുടെ പ്രിഫറൻസ് ചോയ്സസ് ഒക്കെ പറയാൻ തുടങ്ങുക, അതുപോലെ അഡൾട്ടിനെ ഇമിറ്റേറ്റ് ചെയ്യുക, ടോയ്ലറ്റ് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്നൊരു ടൈം, അതൊക്കെ ഈ ഒരു ഏജ് ടൈമിലാണ്. ഇവിടെ പാരൻസ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അവരെ പ്രേസ് ചെയ്യുക എന്നുള്ളത്. അതായത് ചെറിയ ചെറിയ ചോയ്സസുകൾ അവർ എടുക്കുന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സ്കൂളിൽ പോകുന്ന അല്ലെങ്കിൽ പുറത്ത് പോകുന്ന സമയത്ത് നിങ്ങളൊരു ചോയ്സ് കൊടുക്കുകയാണ് ഡ്രസ്സിന്, അതിൽ നിന്ന് അവർ ഏതെങ്കിലും ഒരു ഡിസിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരെണ്ണം ചൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾ പ്രേസ് ചെയ്യുക. അതുപോലെ ഫുഡ് കഴിക്കുമ്പോൾ സ്പൂൺ യൂസ് ചെയ്യാണ്, അങ്ങനെ ചെറിയ ചെറിയ ഇനിഷ്യേറ്റീവ് അവരെടുക്കുന്നത് കാണുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പ്രേസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ടൈമിൽ പാരൻസ് ചെയ്യേണ്ട കാര്യം. ഇത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവർ പിന്നീട് അവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം മിസ്റ്റേക്ക് ആകുമോ, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റായി പോകുമോ, അതുപോലെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അവർ ചെയ്യാനായിട്ട് ഹെസിറ്റേറ്റഡ് ആവുകയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇപ്പോഴാണ്.